Koran Baliantas Magadiarthal Meniaharashmana Edinial Prabandhele Zamarthal Prahashmaniarthanaya. Love you, Yeshua. അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങ് മാത്രം. You are worthy. എല്ലാ മനുഷ്യനും സഭയിലായിരിക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ കയ്യിലെ പ്രവചന ചുരുളുകളാണ്. ആ ചുരുളിൻ്റെ മുദ്രയെ പൊട്ടിപ്പാൻ യോഗ്യൻ യേശു മാത്രമാണ്. അവൻ worthyയാണ്. ഈ പുസ്തകത്തെ തുറപ്പാൻ, നാം ആകുന്ന പുസ്തകത്തെ തുറപ്പാൻ ഇന്ന് ഈ ചർച്ചിനകത്ത് വന്നിരിക്കുന്നവർക്ക് ഒരു വിശ്വാസമുണ്ടോ? I am a prophetic scroll in the hand of God. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഈ തലമുറയുടെ പ്രവചന ചുരുളാണ്. ഈ തലമുറയിൽ ദൈവം വെളിപ്പെടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പ്രവചന ചുരുളാണ് ഞാൻ. ഞാനാകുന്ന വ്യക്തിയെ അൺലോക്ക് ചെയ്യാൻ, തുറന്നു വിടാൻ യോഗ്യൻ യേശു മാത്രമാണ്. അങ്ങ് യോഗ്യനേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഞങ്ങൾ ആ നാമത്തെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നു. ഇന്ന് ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ കൃപയാലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടോ, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടോ, ഞങ്ങളുടെ പ്രയത്നം കൊണ്ടോ അല്ല, അങ്ങ് മാത്രമാണ്. ഒരു ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് നമ്മൾ കൂടി വന്നതല്ല. മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ആഴ്ചകൾ കൊണ്ടോ ആയിരിക്കാം നമ്മുടെ പദ്ധതികൾ. പക്ഷേ ഈ ദിവസം ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടിയുള്ള അപ്പോയിന്റഡ് ഡേ ആണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്നു എന്നുള്ളതല്ല. എൻ്റെ കയ്യിൽ മൈക്ക് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. Hallelujah, hallelujah. I'm not a worship leader, I'm a lead worshipper. നിന്റെ കയ്യിൽ മൈക്ക് ഉണ്ടെന്നുള്ള പ്രത്യേകതയേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന സ്ഥാനം കർത്താവാണ്. ഇവിടുത്തെ മുഖ്യ സിംഹാസനം കർത്താവിൻ്റെതാണ്. വാവ്, ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നു. ആ നാമത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാം കർത്താവെ, ആ നാമത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഓ റബാനിയതേ ഞങ്ങളങ്ങ് പ്രതീക്ഷ അർപ്പിക്കുന്നു കർത്താവേ. ഈ പകൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത പകലാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന പകലാകട്ടെ. വാവ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. അർമാൻ ചെലേവോ ഷിയാൻ ധരബ. എല്ലാറ്റിനും മേലാ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇടയില്ല നാമം. എല്ലാറ്റിനും മേലാ, എല്ലാറ്റിനും മേലാ ഒരേ നാമം, എല്ലാ നാവും പാടും, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യ
പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. സർവവ്യാധി മാറ്റിയ നാമം എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച നാമം എൻ കെട്ടുകളെ അഴിച്ച വ്യാധി മാറ്റിയ നാമം എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റും നാമം. അത്ഭുതമായ നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള അത്ഭുതമായ നാമമേ. ആ നാമത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വ്യത്യാസമില്ലാതെ പരിധികൾ വ്യത്യാസമില്ലാതെ ആരും മൗനമായിരിക്കാതെ ഒരുമിച്ച് ആ നാമത്തെ വിളിക്കും. നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ ആ നാമത്തിന്റെ അത്ഭുതം ഈ പകൽ ഇവിടെ വെളിപ്പെടട്ടെ. അധികാരം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ വെല്ലോ മഹാസിരിയഥ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ അധികാരമുള്ള നാമമേ. ആയിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ അങ്ങേക്കു തുല്യനായ മാത്രം അങ്ങേക്കു തുല്യ ആ സൗന്ദര്യം പതിനായിരങ്ങളിൽ സുന്ദരനെ. കണ്ണുകൾ തുറക്കപ്പെടട്ടെ ഇപ്പോൾ. പതിനായിരം I'm
ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ ഇപ്പോൾ തുറക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിനെ തുറക്കുകയാണ്. ഞങ്ങളുടെ പ്രാണനെ തുറക്കുകയാണ്. മിനിസ്റ്റർ ടു us Holy Ghost. റബാൻ മെഹലിയോസ് നാരായണ. ഓ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. എന്നിമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എൻ്റെ വഴിയും നീയാ കർത്താവേ, എൻ്റെ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇൻപവും നീയേ, ഇണയില്ല അങ്ങേ ഞാൻ. I love you. വഴിയും നീയേ, എൻ്റെ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ പലതാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പലതാണ്. ശരിയാണ്, പലരുടെയും അവസരങ്ങളും പലർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളും ഡേഞ്ചറാണ്. പറയാൻ കഴിയാത്തവർ പലരുമുണ്ട്. എന്നാൽ അതെല്ലാം ഒന്ന് മാറ്റിവെച്ച ഇതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ യേശു എന്നൊരു പ്രധാന സ്ഥാനം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഇതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ യേശു. ഞാൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിനേക്കാളെല്ലാം വലുതാണ് യേശു. ഇവിടെ കയറി നിൽക്കുമ്പോൾ കർത്താവിനോട് പറയുന്നത്,
കറുത്ത കളറിൽ ഒത്തിരി ചിലന്തികൾ കൂടോടെ ചത്തൊടുങ്ങുകയാണ്. അതിന് ഒത്തിരി പ്രോഫറ്റിക് അർത്ഥങ്ങളുണ്ട്. കറുത്ത കളറിലുള്ള വലിയ ചലന്തികൾ കൊട്ടാരക്കരയിൽ ചത്തൊടുങ്ങുകയാണ്. നല്ല വലിപ്പമുള്ള ഒത്തിരി വിഷത്തെ പകരുന്ന ചിലന്തി വർഗത്തെ കൂടോടെ നശിച്ചു പോകുന്നത്. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ഒത്തിരി പവറുണ്ട്, ആരാധനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. കാരണം ആരാധന ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നാം എന്ത് കാണുന്നതിനേക്കാളും മുമ്പ് ആരാധന ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആദാമിന്റെ വീഴ്ചയെക്കാളും ആദ്യത്തെ വീഴ്ച ഉണ്ടായത് പോലും ആരാധന എന്ന വിഷയത്തിലാണ്. ആരാധന പ്രാധാന്യമുള്ളതാണ്. ഒരു കാര്യം പറയുമ്പോൾ ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വചനത്തിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്, പക്ഷെ ആരാധനയാണ് നിത്യതയോളം നിലനിൽക്കുന്നത്. വചനത്തിന് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. പവർ, അതിന് ശക്തിയുണ്ട്, പക്ഷെ എവർ ലാസ്റ്റിംഗ് ആയി നിലനിൽക്കുന്നത്. സ്വർഗീയ തലങ്ങളിൽ കയറിപ്പോയവരെല്ലാം കണ്ടത് ആരാധനയാണ്. സ്വർഗത്തിൽ ആരാധന കേൾക്കുന്നു, സ്വർഗത്തിൽ ആരാധന കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഒരേ ശബ്ദത്തോടെ പാടി, അങ്ങന്റെ ജീവനാണ്, അങ്ങന്റെ ജീവൻ, ഓ അങ്ങന്റെ പ്രാണൻ, സർവാംഗ സുന്ദരനേ, അങ്ങന്റെ ജീവൻ, അങ്ങന്റെ ജീവൻ, അങ്ങന്റെ പ്രാണൻ, സർവാംഗ സുന്ദരനേ, അങ്ങന്റെ ജീവനേശുവേ, അങ്ങന്റെ ജീവൻ, അങ്ങന്റെ പ്രാണൻ, എന്റെ എല്ലാം 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 നീയേ, അങ്ങന്റെ ജീവൻ, അങ്ങന്റെ സർവാലിവദോഷ് അങ്ങനെ 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 എല്ലാം എല്ലാം പ്രാണൻ. ഓഹോ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട്. എന്നാ യേശുവെ കയറിയത് തൊടാമോ? ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ കഴിയുന്നത്, ഹൃദയത്തിൽ നിന്ന് കർത്താവേ എന്റെ അമ്മ എന്ന് യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, യേശുവേ യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. യേശു വന്നിട്ടുണ്ട്. യേശു വെൽക്കം യേശുവ. അടുത്തൊരു ഡൈമെൻഷൻ അങ്ങ് ഇന്ന് കാണാൻ ഞങ്ങൾക്ക്. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ഓ യേശുവേ. ജീവകാലത്തിൽ ഇതുവരെ യേശുവിനെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ അടുത്തൊരു ഡൈമെൻഷൻ ഞങ്ങൾക്കങ്ങ് കാണണം, ഞങ്ങൾക്കങ്ങ് അനുഭവിക്കണം കർത്താവേ. യേശുവേ യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ എന്നേശുവിൽ
സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. കർത്താവേ, ആ മഹത്വം കാണാൻ മഹിമ കണ്ടു ഞാൻ യേശുവിൽ. ഓ മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. അവസാനത്തെ വരി ഒന്ന് പറയാമോ? യേശു എൻ മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ. പാടാത്തവരും ചേർന്ന് മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ. മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ. മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്റെ എല്ലാമാണ്. യേശു എന്നെല്ലാം. നിങ്ങളെ കർത്താവിന്റെ ആത്മാവാണ് നയിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദർശനങ്ങൾ നിങ്ങളെയും സഭയെയും വളർത്തും. സഭയെ പൊളിക്കുന്ന ദർശനമാണെങ്കിൽ അത് നയിക്കുന്നത് കർത്താവിന്റെ ആത്മാവല്ല. സഭയെ പൊളിക്കുന്നതാണ് ദർശനമെങ്കിൽ നയിക്കുന്നത് കർത്താവിന്റെ ആത്മാവല്ല. നയിക്കുന്നതിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയണം. സഭയെ ഭിന്നിപ്പിക്കുന്ന ദർശനമാണ് കാണുന്നതെങ്കിൽ യു ആർ നോട്ട് ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അല്ല നിന്നെ നയിക്കുന്നത്. ആത്മാവ് ഒരിക്കലും നമ്മെ കൺട്രോൾ ചെയ്യാറില്ല. ആത്മാവ് നമ്മെ നയിക്കുകയാണ്. ആമേൻ. ഹി ഈസ് ദ ലീഡിംഗ് സ്പിരിറ്റ്. അവൻ നമ്മെ നയിക്കുന്ന ആത്മാവാണ്. കൺട്രോളിങ് എവിടെയുണ്ടോ അത് ഡിമോണിക്കാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ ആദ്യത്തെ സെക്ഷനിൽ അതിനെ പൊളിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളുടെ മേൽ കൺട്രോളിംഗ് വെക്കുന്നെങ്കിൽ അത് ഡിമോണിക് സ്പിരിറ്റ് ആണ്. കാരണം പരിശുദ്ധാത്മാവ് ലീഡിംഗ് സ്പിരിറ്റ് ആണ്. അവൻ മനുഷ്യന്റെ സ്വയ ഇച്ഛകളെ ബഹുമാനിക്കുന്ന കർത്താവാണ്. നമ്മുടെ പിതാവ് നിങ്ങളുടെ ഫ്രീ വില്ലിനെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവത്തിന് എന്താ റോബോട്ടുകളെ പോലെ നമ്മെ നിർമ്മിച്ചൂടെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ? നോ, നിങ്ങളുടെ ഫ്രീ വില്ലിനെ ദൈവം ബഹുമാനിക്കുന്നു. ആ ദൈവിക സ്വഭാവം നമ്മളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് ജനത്തിന്റെ കർത്താവിലേക്ക് തിരിച്ചൂടെ? തിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഫ്രീ വില്ലിനെ ദൈവം ഓണർ ചെയ്യുന്നു, ദൈവം ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ പകൽ ചെയ്യുമെന്ന് നമുക്ക് സ്ഥിരം ഫാസ്റ്റിംഗ് പ്രയറുകളും മീറ്റിങ്ങുകളും ഉള്ളത് കൊണ്ട് പ്രാധാന്യം കുറഞ്ഞു പോകരുത്. എപ്പോഴാണ് നമ്മെ തൊടുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആരാധിക്കാൻ പോവാണ്. എൻ്റെ പേര് ജോ അശോക് എന്നാണ്. ഹല്ലേലൂയ. ഞാൻ ഓരോ വേദിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്നു എന്നതല്ല, ഇതുവരെ യേശുവിനെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ എനിക്ക് യേശുവിനെ അനുഭവിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ആത്മീക പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓരോ വേദിയും ഓരോ സ്ഥലവും നോട്ട് ദ പ്ലേസ് ഓഫ് പെർഫോമൻസ്, ഒരു പെർഫോമൻസിൻ്റെ സ്ഥലമല്ല. ഈ സ്റ്റാൻഡ് നിങ്ങൾ കാണുന്ന ഒരു ഡയമെൻഷനിലാണ്, പക്ഷെ ഞാൻ ഇവിടെ കാണുന്ന വേറൊരു ഡയമെൻഷനിലാണ്. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം വേറെയാണ്. ഇതുപോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. 6 വർഷങ്ങൾക്ക് മുമ്പ് യേശു ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് എൻ്റെ അപ്പനാ യേശു വെളിപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയാ യേശു വെളിപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സഹോദരനാ യേശു വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വെളിപ്പാട് വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ യേശു ആരാന്ന് ചോദിച്ചാൽ
ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റിയ പുതപ്പാണ് യേശു. ഹി ഈസ് ദ മാന്റിൽ ഓഫ് മൈ സൺഷിപ്പ്. എന്നെ ദൈവത്തിന്റെ പുത്രനാക്കി മാറ്റി എൻ്റെ മേൽ തന്റെ ദേഹമെന്ന തിരശീലയെ ചീന്തിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ ലഭിച്ചത്. വളരെ ഭാഗ്യമായി കണക്കാക്കുന്നു. വളരെ വിലപ്പെട്ട ശുശ്രൂഷകന്മാർ ഇതിനകത്തുണ്ട്, വർഷിപ്പേഴ്സ്, മ്യൂസീഷ്യന്മാർ. എല്ലാവരും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എനിക്ക് പാടാൻ കഴിവുണ്ടായിരുന്ന ഒരാളല്ല. ഞാനൊരു പെന്തക്കോസ്റ്റ് ഫാമിലിയിലാണ് ജനിച്ച് വളർന്നതെങ്കിലും എൻ്റെ 6ാം ക്ലാസ് മുതൽ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതം ഭയങ്കര വേസ്റ്റായിരുന്നു. ഞാൻ വാ തുറന്നാൽ തെറി മാത്രമേ പറയുമായിരുന്നു. ഒരു ട്രാഷി വേർഡ്സ് മാത്രം യൂസ് ചെയ്യും. നമ്മുടെ സ്കൂളിലെ എല്ലാ പിള്ളേരും അങ്ങനെയാണ്. മനസ്സിലാക്കണം, നാം പഠിച്ചതുപോലെ അല്ല ഇപ്പോഴത്തെ സ്കൂൾ. എൻ്റെ സ്കൂളിലെ എല്ലാ പിള്ളേരും അങ്ങനെ ആയിരുന്നു. എൻ്റെ സ്കൂളിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ട് സഭയ്ക്കകത്ത് ഇത് പറയുന്നു? ഇത് പറയുമ്പോൾ സഭ എഴുന്നേൽക്കണം. സഭ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ് പലതും കോൺകർ ചെയ്ത് തുടങ്ങുന്നത്. എൻ്റെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന്മാർ വരെ ലഹരി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയാത്ത സയൻറ്റിസ്റ്റുമാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ക് കൊണ്ട്, വൈറ്റ്നർ കൊണ്ട്, ഫെവിക്കോൾ കൊണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് എങ്ങനെ ലഹരിയുടെ തലങ്ങളിൽ എത്താമെന്ന് കണ്ടുപിടിക്കുന്ന സയൻറ്റിസ്റ്റുമാർ എൻ്റെ സ്കൂളിൽ 5ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പോയത്. ഞാനൊരു പെന്തക്കോസ്റ്റ് ഫാമിലിയിൽ ജനിച്ച് വളർന്നതെങ്കിലും അന്നൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. സൺഡേ സ്കൂളിൽ ഞാൻ നല്ല കുട്ടിയാണ്, വീട്ടിൽ ഞാൻ നല്ല കുട്ടിയാണ്. പക്ഷെ സ്കൂളിലാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം. എൻ്റെ ശബ്ദമൊക്കെ പോയി തുടങ്ങി. വെറും കാറ്റ് മാത്രം എൻ്റെ വായിൽ നിന്ന് വരുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ കേൾക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും കൊള്ളാം ശബ്ദം. കാറ്റ് മാത്രം വരുന്ന, ഇന്നും എൻ്റെ ചർച്ചിൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനായിരുന്നു എൻ്റെ ശബ്ദം. ഞാൻ വീട്ടിലധികം സംസാരിക്കാറില്ല. കാരണം സംസാരിച്ചാൽ വേണ്ടാത്ത വാക്ക് വരും. എന്ത് എടുക്കാൻ പറഞ്ഞാൽ അതിന് മുമ്പിൽ ഒരു ഡാഷ് ചേർത്തേ പറയാറുള്ളൂ. അതങ്ങളുടെ സ്കൂളിലെ ട്രെൻഡ്. എല്ലാ പിള്ളേരും അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലധികം സംസാരിക്കാത്തത് കൊണ്ട് പപ്പയും അമ്മയും ചിന്തിച്ചിരുന്നത് ഞാൻ അധികം സംസാരിക്കാത്ത കുട്ടിയാണ് എന്നാണ് ചിന്തിച്ചിരുന്നത്. കാരണം സംസാരിച്ചാൽ വായിന്ന് വേണ്ടാത്ത വാക്ക് വരും. അങ്ങനെ ഇരിക്കുകയാണ് 10ാം ക്ലാസ്സിലെ വെക്കേഷന്. നമ്മൾ ഈ പെന്തക്കോസ്റ്റുകാരാകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ 6ാം ക്ലാസ് മുതൽ അവിടെ പഠിക്കുമ്പോൾ ഈ പിള്ളേരെ കർത്താവിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി. നമ്മൾ ഈ പെന്തക്കോസ്റ്റിൽ വന്നാലുള്ള ഒരു പ്രത്യേകതയാണ്, നാം നന്നായില്ലെങ്കിലും മറ്റുള്ളവനെ നന്നാക്കണമെന്നൊരു സ്വഭാവം നമുക്കുണ്ടാകും. അപ്പോൾ എൻ്റെ അകത്ത് ഇത് കയറി വന്നു. ഞാൻ എങ്ങനെ നടക്കുന്നെങ്കിൽ ഈ പിള്ളേരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഞാൻ VBSകൾക്ക് പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങി. ക്ലബ്ബുകൾ, ചർച്ചിനകത്ത് ക്ലബ്ബുകൾ തുടങ്ങി. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലബ്ബല്ല, വന്ന് VBS പോലെ പഠിപ്പിക്കുക, ആക്ഷൻ സോങ് പഠിപ്പിക്കുക, ഇങ്ങനെ. അങ്ങനെ പോകുമ്പോൾ ഒരു സൺഡേ ഒരു പാസ്റ്ററുണ്ട് ഗിറ്റാർ വായിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ഞാൻ എല്ലാ സൺഡേ വൈകിട്ട് ഗിറ്റാർ വായിക്കുന്ന ഒരു ചർച്ചുണ്ട്, കുറേ നാളായി ഞാൻ അങ്ങോട്ട് പോയിട്ട്, എനിക്കൊന്ന് ലിഫ്റ്റ് തരാമോ? അന്ന് എൻ്റെ മമ്മിക്ക് ഒരു ആക്റ്റീവ ഉണ്ട്, ലിഫ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ലിഫ്റ്റ് കൊടുത്താണ് എൻ്റെ ആത്മീക പിതാവിൻ്റെ ചർച്ചിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പോടെ പറയുന്നത്, നിങ്ങൾക്ക് സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല. ഞാൻ വളരെ ആക്സിഡൻ്റായിട്ടാണ്, എൻ്റെ ഭാവനയിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. വെറുതെ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പോയത്. അന്ന് എന്നെ പരിശുദ്ധാത്മാവ് തൊട്ടു. അവിടെ വെച്ച് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. അതിനു മുമ്പേ ഞാൻ സ്നാനപ്പെട്ടതാണ്. ഒത്തിരി ചരിത്രം പറയാനുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ്. അവിടെ വെച്ച് എൻ്റെ ജീവിതം ട്രാൻസ്ഫോർമേഷനായി. എനിക്ക് പറയാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, അടുത്തിരിക്കുന്ന ഒരുത്തൻ നായെന്ന് വിളിച്ചാൽ പോലും എൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി, വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ച്, കർത്താവ് എന്തായിരിക്കും സംഭവിക്കും? ഇതിനേക്കാൾ ഡിഗ്രി കൂടിയ വാക്കുകളാണല്ലോ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നായെന്ന് വിളിക്കുമ്പോൾ പോലും പിടയ്ക്കാൻ തുടങ്ങി. വളരെ യാദൃശ്ചികമായാണ് ഞാനൊരു വീഡിയോ കണ്ടത്. ഓറൽ റോബർട്ട്സ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത്. ഓറൽ റോബർട്ട്സ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ്റെ അവിടെ ഒരു വർഷിപ്പ് ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം കോളേജിൽ പോകുമ്പോൾ തൻ്റെ അടുത്തിരുന്നൊരു കുട്ടി ഒരു അശ്ലീല പുസ്തകം വായിച്ചു. ഈ മകൻ്റെ കണ്ണ് അങ്ങോട്ട് പോയതും എനിക്കുണ്ടായ അനുഭവം ഉണ്ടായി എന്ന് ഓറൽ റോബർട്ട്സിനോട് ഷെയർ ചെയ്തു. തൻ്റെ ആത്മിക പിതാവായ ഓറൽ റോബർട്ട്സ് പറഞ്ഞു, മകനെ, നിനക്കുണ്ടായ അനുഭവം ഇതാണ്, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവാകുന്നൊരു പ്രാവുണ്ട്, അതിൻ്റെ നെഞ്ചത്തൊരു മുള്ളു തറച്ചപ്പോൾ അതിരുന്ന് പിടഞ്ഞതായിരുന്നു. ഇതേ അനുഭവം എനിക്കുണ്ടായി. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഈ ജീവിതം. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിലെ വെക്കേഷനാണ് ഞാൻ കർത്താവിൻ്റെ ഒരു രൂപാന്തരത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നത്. നിങ്ങൾക്കറിയോ, കറക്റ്റ് ട്രാക്കിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാത്തടത്ത് നിന്നും പ്രശ്നങ്ങളുണ്ടാകും. അതൊരു അടയാളമാണ്, അതൊരു സൈനാണ്. ഞാൻ എൻ്റെ കറക്റ്റ് കർത്താവിൻ്റെ വേലയിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ, എനിക്ക് പറയാൻ കഴിയാത്ത, പുറത്ത് പറയാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നുണ്ടായി. ഒത്തിരി പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ അപ്പച്ചൻ എല്ലാ ദിവസവും രാവിലെ 3:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. 3:30 മുതൽ 5 മണി വരെ നെടുമ്പാട വീട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 5 മണിക്ക് നമ്മളെല്ലാവരും എഴുന്നേറ്റൊരു പ്രാർത്ഥനയുണ്ട്. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുണ്ട്.
ഈ 5 മണിക്കുള്ള പ്രാർത്ഥന കഴിച്ച് ചെറിയൊരു മയക്കത്തിൻ്റെ സമയത്താണ് ആരും കാണാതെ ഞാൻ മതിൽ ചാടി ചർച്ചിൽ പോകും. 30-40 കിലോമീറ്റർ. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടത്തില്ല, ലിഫ്റ്റ് അടിക്കാൻ പോലും കയ്യിൽ ബസ്സിന് ക്യാഷ് ഇല്ല. അങ്ങനെ പോയി ആരാധിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇതെല്ലാം കർത്താവ് നടത്തുന്നതാണ്. ഹല്ലേലൂയ. ആ ദിവസങ്ങളിൽ 2016 ഡിസംബറിൽ ഇവിടെ നടന്നൊരു 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഈ പായിൽ ഞാൻ വന്നിരുന്നിട്ടുണ്ട്. 14 ദിവസങ്ങൾ ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ, ഒരു മലയുടെ വീട്ടിൽ, ഒരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത്. എന്നും രാവിലെ അന്ന് വന്ന ശുശ്രൂഷകന്മാരെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിവിടെ വരുമ്പോഴെല്ലാം അതാണ് ഓർമ്മ വരുന്നത്. കാരണം ഓഫറിങ് സമയത്ത് എല്ലാവരും എഴുന്നേൽക്കും. എൻ്റെ കയ്യിൽ ഓഫറിങ് ഇടാൻ പൈസ ഇല്ല. ഞാൻ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ച് ഓഫറിങ്ങിനകത്തിട്ട് ഇരുന്നിട്ടുണ്ട് ഇവിടെ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. പറയാൻ കഴിയും. എൻ്റെ പപ്പ ഒരു പാസ്റ്റർ ആണെങ്കിൽ പോലും സൺഡേ ചർച്ചിൽ പോകണ്ട എന്ന് പറഞ്ഞു. എന്നെ ഡോക്ടറാക്കണം. പക്ഷേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ കേട്ടതാണ്. ഡോക്ടറാകുന്ന തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പോകുന്നത്. പക്ഷെ എന്നെക്കുറിച്ചുള്ള വിളി എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി. കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാരണം ഞാൻ +1 +2 പഠിക്കുമ്പോൾ എനിക്കൊരു 35% അറ്റൻഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എല്ലാ ദിവസവും, ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, എൻ്റെ അനുഭവം പറയുന്നതാണ്. എൻ്റെ അനുഭവം കൊണ്ട് നിങ്ങളെടുത്ത് ചാടിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കുറ്റം പറയരുത്. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ബയോളജി സയൻസാണ് ഞാൻ പഠിച്ചത്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ഇതുവരെ ഒരു തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും സ്കൂൾ കട്ടിയത് മീറ്റിങ്ങിന് പോകും. വീട്ടിൽ ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങും. പകുതി വഴിയിൽ വെച്ച് യൂണിഫോം ബാഗിലാക്കിയിട്ട് എൻ്റെ ആത്മീക പിതാവിൻ്റെ കൂടെ ഞാൻ മീറ്റിങ്ങിന് പോകും. അങ്ങനെ മീറ്റിങ്ങിന് പോയി രൂപാന്തരം ഉണ്ടായി. ഒരു വർഷിപ്പിനിടയിൽ ഇതുപോലൊരു ശബ്ദം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, കാറ്റ് മാത്രം വരുന്നൊരു ശബ്ദമായിരുന്നു എൻ്റേത്. എനിക്ക് പാടണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. കാരണം മുമ്പേ ഞാൻ പാടുമായിരുന്നു. പാടുമെന്ന് പറഞ്ഞാൽ സംഗീതവുമായിട്ട് ബന്ധമില്ല, വീട്ടിലിരുന്ന് മൂളിപ്പാട്ട് പാടുന്നത്. ഇതുപോലൊരു അന്ന് ഞങ്ങളുടെ ആരാധന വൈകിട്ട് 4 മണിക്കാണ് ഞായറാഴ്ച. തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് രാത്രി 1 മണിക്ക്, 2 മണിക്ക്, 12 ഈ സമയത്താണ് തീരുന്നത്. ഇതുപോലൊരു ആരാധനയിൽ കർത്താവിനെ തൊട്ടു. ഞാൻ സ്ലൈനായിപ്പോയി. എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ശബ്ദം മാറി. അങ്ങനെയാണ് ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാനിത് പറയുന്നത് എൻ്റെ കഴിവല്ല, ഇത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. അതിനു മുമ്പ് പാടാൻ കയറിയപ്പോൾ നമ്മളെല്ലാവരും പാടി ആരാധിക്കുന്ന ഒരു പാട്ടുണ്ട്, ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ആദ്യം ആ പാട്ടാണ് ഞാൻ പാടിയത്. ഇതുപോലെ മ്യൂസീഷ്യന്മാരും നിങ്ങളെപ്പോലെ ഇരുന്നവരെല്ലാം കളിയാക്കി ചിരിച്ചു, ഇവരെ ആരാടാ പാടാ സ്റ്റേജിൽ കയറ്റി. അങ്ങനൊരു ശബ്ദമായിരുന്നു എനിക്ക്. എൻ്റെ ഹൃദയം തകർന്നു ഒരു ദിവസം. എന്ന് പറഞ്ഞാൽ ഞാൻ പാടിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കാം, നിങ്ങളെപ്പോലെ ഇരിക്കുന്നവരെല്ലാം കളിയാക്കി ചിരിച്ചാൽ എങ്ങനെ ഇരിക്കും. അതിനുശേഷം 3-4 മാസങ്ങൾ എൻ്റെ കയ്യിൽ മൈക്ക് തന്നിട്ട് മിക്സറിൽ മൈക്ക് കട്ട് ചെയ്തിടുമായിരുന്നു. ഇന്നും എൻ്റെ ആത്മീക പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. 3-4 മാസങ്ങൾ എൻ്റെ കയ്യിൽ മൈക്ക് തരും. ഞാൻ മൈക്കിലൂടെ അങ്ങ് പാടുകയാണ്, പക്ഷെ പുറത്തെൻ്റെ മൈക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാടിയ ആളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നത്. കഴിവിനല്ല പ്രാധാന്യം, അഭിഷേകത്തിന് വിട്ടുകൊടുത്താൽ ചരിത്രം കർത്താവ് മാറ്റും. ഹല്ലേലൂയ. നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥ ട്രാക്കിലേക്ക് കയറി നിന്നാൽ വേഗത വർദ്ധിക്കുകയും ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും വിച്ഛേദനം സംഭവിക്കുകയും ഉയരെ പറക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആ 2016 നടന്ന ഉപവാസ പ്രാർത്ഥന എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഡിസംബറിൽ നടന്ന 14 ദിവസം ഉപവാസ പ്രാർത്ഥന. അങ്ങനെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഇവിടുത്തെ ശുശ്രൂഷകന്മാർ, പ്രത്യേകിച്ച് പാസ്റ്റർ ടിനു ജോർജ്, ഇവിടെയുള്ള അഭിഷക്തന്മാർ എല്ലാവരും ഉണ്ട്. എനിക്ക് അഭിമാനമാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ആദ്യത്തെ സെക്ഷനിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ പോക്ക്, സഭ എന്ന് പറഞ്ഞാൽ ഞാൻ ജീസസ് അലൈവിനെ മാത്രമല്ല പറയുന്നത്, ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ ഉയർന്ന തലങ്ങളെ ആക്സസ് ചെയ്യുന്ന സമയമാണ്, റലംസിനെ ആക്സസ് ചെയ്യുന്ന സമയമാണ്. പക്ഷേ റലത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഉയർന്ന തലങ്ങളിൽ നാം കയറുമ്പോൾ ആ തലത്തിനകത്ത് ഡിമോണിക്കും ഉണ്ട്, ഗോഡ്ലി സ്പിരിറ്റും ഉണ്ട്. പരിശുദ്ധാത്മാവ് അല്ല നിയന്ത്രിക്കുന്നു എങ്കിൽ ഡിമോണിക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റലംസ്, ഗോഡ് റലമുണ്ട്, ഡിമോണിക് റലമുണ്ട്. ഉയർന്ന തലങ്ങളിലേക്ക് ഇന്നത്തെ സഭകൾക്ക് പറ്റിപ്പോകുന്നു. പക്ഷേ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ സമയമായി. കർത്താവിൻ്റെ വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ സമയമായി. അതുകൊണ്ട് സഭ ഉയർന്ന തലങ്ങളെ, നെക്സ്റ്റ് റലംസിനെ ആക്സസ് ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് അബദ്ധം പറ്റത്തില്ല, ഈ ജനറേഷന് തെറ്റ് പറ്റത്തില്ല. കഴിഞ്ഞ തലമുറയ്ക്ക് വിസ്ഡം ഇല്ലാതെ പോയത് ഈ തലമുറയ്ക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. ആത്മാവ് നമ്മെ നയിക്കും. ആ ബോധ്യമുള്ളവരെല്ലാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ്, കർത്താവേ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം. പരിശുദ്ധാത്മാവില്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്കില്ല.
പരിശുദ്ധാത്മാവില്ലാതൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഇന്നത്തെ സഭ ഉയർന്ന തലങ്ങളെ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റരുത്. നമ്മുടെ ജീവിതം കർത്താവിൽ ഉറയ്ക്കട്ടെ. നമ്മുടെ ജീവിതം കർത്താവിൽ ഉറയ്ക്കട്ടെ. നമ്മുടെ ജീവിതം കർത്താവിൽ ഉറയ്ക്കട്ടെ. ഒരു വചനവും കൂടെ ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പ്രത്യേകമായി സംസാരിച്ചു. ഈ സഭയോട് സംസാരിച്ചൊരു കാര്യം, തീയിൽ ശുദ്ധി ചെയ്ത തങ്കവും ധരിക്കാൻ ശുഭ്രവസ്ത്രവും കണ്ണിൽ പൂശേണ്ടതിന് ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുക എന്നതാണ് ജീസസ് ഈസ് അലൈവിനോടുള്ള ദൈവത്തിന്റെ പ്രവചനം. വ്യക്തമായി കാണാൻ കണ്ണിൽ ലേപനം, വിലയ്ക്ക് വാങ്ങാൻ, ക്രിസ്തുവിന്റെ വിലയ്ക്ക് വാങ്ങാൻ. അതാകട്ടെ ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ മുതൽ. ഇതൊരു ചടങ്ങ് നിവർത്തിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ അല്ല. ഈ ഉപവാസ പ്രാർത്ഥന ജീവിതങ്ങൾ തിരിയുന്നതാണ്. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് നമ്മെ മുഴുവനായിട്ട് മാറ്റും. വെറുതെ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ചർച്ചിൽ വരുന്നത് വന്നിരിക്കരുത്. നിങ്ങളുടെ ചലനങ്ങൾ ചിലപ്പോൾ പാസ്റ്റർ കാണുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ചലനം ദൈവം കാണുന്നു. He sees the movement of your heart. ഇവിടെ വന്നിരുന്ന് കൈയടിക്കുന്നത് പാസ്റ്റർ കാണും, പക്ഷെ നീ എന്തിനു വേണ്ടി കൈയടിക്കുന്നു ദൈവം കാണുന്നു. ഇവിടെ വന്നിരുന്ന ആമേൻ പറയുന്നത് ഇവിടെ ലീഡ് ചെയ്യുന്ന വ്യക്തി കാണും, പക്ഷേ why you are saying ആമേൻ, നിന്റെ ഹൃദയത്തിന്റെ ഇന്റൻഷൻ, എന്തിനു വേണ്ടി ആമേൻ പറയുന്നത് ദൈവം കാണുന്നു. ദൈവം കാണുന്നു, ദൈവം കാണുന്നു. ഒരടുത്ത ശക്തിയെ ഈ ടെന്റിലേക്ക് പകരണമേ, ഒരു നെക്സ്റ്റ് പോർഷനെ കർത്താവേ. ഇനിയും ഉയർച്ചകൾ, ഇനിയും വാഴ്ചകൾ. സെക്കുലർ മേഖലയെ പോലും വാഴാൻ സഭ എഴുന്നേറ്റ് വരട്ടെ. അടുത്ത ഇൻഡസ്ട്രികളെ വാഴാൻ സഭ എഴുന്നേൽക്കട്ടെ. ഇതുവരെ കയറിയിട്ടില്ലാത്ത അടുത്ത റലത്തെ ആക്സസ് ചെയ്യാൻ, കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ. ഓ യെശയ്യാവ് പ്രവചിച്ച പ്രവചനം ഈ സഭയിൽ നിന്ന് നിവർത്തീകരിക്കപ്പെടട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓ പാടുമ്പോ രാഗമോ താളമോ ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ യേശു ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. പലയിടത്തും എനിക്കിന്നും പാടാൻ അറിയില്ല, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്കിന്നും പാടാൻ അറിയില്ല, എനിക്ക് താളത്തിൽ പാടാൻ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരനെ കൊണ്ട് ഞാൻ എല്ലായിടത്തും പോകുന്നത്. എനിക്ക് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യന്മാരുണ്ടായിരുന്നിട്ടും എൻ്റെ സഹോദരനെ കൊണ്ടുവരാൻ കാരണം എനിക്കിന്നും പാടാൻ അറിയില്ല. എനിക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ആളല്ല. ഇതെല്ലാം എൻകൗണ്ടറിൽ സംഭവിച്ചതാണ്. ഒരിക്കൽ ചർച്ചിനകത്ത് എനിക്ക് മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ കീബോർഡ് വായിച്ച് വർഷിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് കറണ്ട് പോയതിനു ശേഷം ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആരാധിക്കുമ്പോൾ അന്ന് എൻ്റെ കാതൊരു എൻകൗണ്ടറിലേക്ക് വന്നു. ഒത്തിരി പേർ എൻ്റെ പുറകിൽ നിന്ന് പാടുന്നു. ചെല്ലോ വായിക്കുന്നു, ഗ്രാൻഡ് പിയാനോ വായിക്കുന്നു, സ്ട്രിങ്സ് വായിക്കുന്നു, പാട്ട്സ് പാടുന്നു. ആ കേട്ട ശബ്ദത്തിൽ നിന്നാണ് ഞാൻ പാടി പഠിച്ചത് അവിടെ നിന്ന്. അതുകൊണ്ട് എനിക്ക് ഇന്നും ആ ശബ്ദം കേൾക്കാം. അത് വേദി പാടുമ്പോൾ മാത്രമല്ല, ഈവൻ വാഷ്റൂമിൽ ഇരുന്ന് പാടിയാലും എനിക്ക് ആ പാട്ട് കേൾക്കാം. അത് എൻകൗണ്ടറാണ്. ഞാൻ എൻകൗണ്ടറുകളിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് നിൽക്കാൻ കാരണം പല എൻകൗണ്ടറുകൾ എനിക്ക് സംഭവിച്ചതാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടിമുട്ടലാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. എല്ലാ സംശയത്തെയും നിങ്ങൾ എടുത്തു കളയണം. ലോകത്തിന്റെ വാക്കിന് ചെവി കൊടുക്കരുത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് ഇടയൻ പറയുന്നു. ആ ശബ്ദം മാത്രം കേൾക്കണം, പുറത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കാണുന്ന വിഷൻ സഭയെയും നിന്നെയും ഉയർത്തുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നയിക്കുന്നു. എന്നാൽ അത് സഭയെ പൊളിക്കുന്ന വിഷൻ ആണെങ്കിൽ, കമോൺ, ഇന്നൊരു അവസരമാണ്. ഇത് മാനസാന്തരത്തിന്റെ സമയമാണ്. ഇന്നൊരു അവസരമാണ്. ഇത് പരിശുദ്ധാത്മാവുമായി ഒന്നാകാനുള്ള സമയമാണ്. കരമടിച്ച് ചേർന്ന് എത്രത്തോളം ശബ്ദത്തിൽ പാടാൻ പറ്റുമോ. പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് പകരം യാഗമാണ്. യാഗത്തിന് ഊനമുള്ള ഒന്നിനെ കൊടുക്കാൻ പാടില്ല. യാഗത്തിന് ഊനമായിട്ടിരിക്കുന്ന ഒന്നിനെ ഏറ്റവും ബെസ്റ്റ് യേശുവിന് കൊടുക്കണം. കരമടിക്കുന്നെങ്കിൽ നന്നായി, പാടുന്നെങ്കിൽ നന്നായി. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആ ശിഷ്യന്മാരി അയക്കേണമേ. ഈ ശിഷ്യരാ ഒരു പുതിയ ശക്തിയെയും പുതിയ കൃപയും ഇന്ന് ഞങ്ങളുടെ മേൽ പകരണമേ. ഓ ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആ ശിഷ്യന്മാരി അയക്കേണമേ. ഈ ശിഷ്യ
ശിഷ്യരാ ഓഹോ ആശിഷമാരി അയക്കേണമേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ നാഥാ നാഥാ നിന്റെ വൻ കൃപകൾ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാ ഓ ആശിഷമാരി അയക്കേണമേ. ആശിഷമാരി അങ്ങ് അയക്കണേ കർത്താവേ. ഞങ്ങൾ കൊതിയോടെ ചോദിക്കുകയാണ്, വാഞ്ചയോടെ ചോദിക്കുകയാണ്. ആശിഷമാരിയേ ഓ ശാരീരത്തെ നിൻ വചനം ഘോഷിക്കുവാൻ, നിൻ വചനം ധ്യാനിക്കുവാൻ, തിരുവചനം ഘോഷിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ. ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരാ. ഉണർവിന്റെ ശക്തിയെ ഉണർവിൻ ശക്തി അയക്കേണമേ. ഉണർവിൻ ശക്തി അയക്കേണമേ. ഉണർവിന്റെ ശക്തി അയക്കണമേ. ഓഹോ ഒരു വീണ്ടും ഒരു പുതുക്കത്തെ കർത്താവ് നയിക്കണമേ. മടുപ്പുകൾ കുടഞ്ഞു കളയുക. ഈ ഇറങ്ങി നിൽക്കുന്ന തീയിൽ മടുപ്പുകളെ കുടഞ്ഞു കളയുക. ഒരു പുതിയ തുടക്കത്തിലേക്ക് പുതിയൊരു ലവോദിക്യ സഭയോട് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് കൊട്ടാരക്കരയോട് കർത്താവ് പറയുകയാണ്, ചോദിച്ചു കൊള്ളുക, ചോദിച്ചു കൊള്ളുക. തീയിൽ ചുട്ട പൊന്നിനെ ചോദിച്ചു കൊള്ളുക. വിലക്ക് വാങ്ങിക്കൊള്ളുക. കണ്ണിൽ പുരട്ടാൻ ലേപനത്തെ വാങ്ങിക്കൊള്ളുക. ഇറ്റ്സ് വർഷിപ്പ്. അത് ആരാധനയിൽ സംഭവിക്കുന്ന ശുശ്രൂഷയാണ്. ആത്മാവിൽ പുതിയ ഭാഷകളെ പ്രാപിച്ച് ഇതൊരു തുടക്കമാണ്. പൊളിച്ചു കളയുക. കൺട്രോളിംഗ് സ്പിരിറ്റിനെ പൊളിച്ചു കളയുക. പുറത്തോടുകളെ പൊളിച്ചു കളയുക. സീസണിൽ ശോഭിക്കുന്ന അല്ലാതെ നിലനിന്ന് കത്തുന്ന ചിലതിനെ ഇതിനകത്ത് കർത്താവ് ജനിപ്പിക്കാൻ പോകുന്നു. ജീസസ് ഈസ് അലൈവിൽ നിന്നും നിലനിന്ന് കത്തുന്ന ചിലതിനെ കർത്താവ് ആത്മാവിനഗ്നി കത്തിപ്പടർന്ന ദേശത്തിൽ സ്ഥിതി മാറിടും. അധികാരമേറ്റോർ ഒരുമിച്ചു നിന്ന് ആത്മാക്കളെ നേടിടാ. ആത്മാവിനഗ്നി കത്തിപ്പടർന്നാൽ ദേശത്തിൽ സ്ഥിതി മാറിടും. അധികാരമേറ്റോർ ഒരുമിച്ചു നിന്നാൽ ആത്മാക്കളെ നേടിടാ. വൻകോട്ടകൾ വൻകോട്ടകൾ തകർക്കാൻ ജയക്കൊടിയുമായി. വൻകോട്ടകൾ വൻകോട്ടകൾ തകർക്കാൻ. വൻകോട്ടകളെ വൻകോട്ടകൾ തകർക്കാൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ മഴ പോലെ. സ്വർഗീയത്തിയെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ മഴ പോലെ. ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ മഴ പോലെ, മഴ പോലെ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. ഓ
ആത്മശക്തിയായി ഒഴുകി എന്നിലിങ്ങ് വാ, ആത്മശക്തിയായി ഒഴുകി, ആത്മശക്തിയായി ഒഴുകി. Come on, ഹോറാ സേലയാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ, മഴ പോലെ, മഴ പോലെ, മഴ പോലെ, മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശബരിഗരിയാൻ ധോരവാസിയാൻ ധലരവാ സെഗരിയാൻ ധലരവോ സിയാൻ ധലരവാ സിഖാൻ ധലരവാരിയാൻ റോമാനിയാൻ ധലരവോ ശഗരിയാൻ ധലപ്രഭാര. മഴ പോലെ മകളിലിരിക്കുന്ന ആ ക്ലൗഡിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ സഭയുടെ മേൽ ഓപ്പൺ പോർട്ടലുകൾ ഉള്ളതിന് നന്ദി പറയുന്നു. ഈ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ അങ്ങ് മഴയെ വീണ്ടും അയക്കണമേ. നിലനിൽക്കുന്ന ചിലതിനെ കർത്താവ് ഇതിനകത്ത് ജനിപ്പിക്കണമേ. Oh Holy Ghost, we love you. Armake toma yandlago shanma rathayan maha. Libuno ranma seketia fudu belate. This sivano badiyan thalabadiyan thalaba. Regadiyan thalaba, regadiyan thalaba, shagadiyan thalaba. Segadiyan thalaba, shamadiyan thalaba, regadiyan thalabe, sagadayan thalaba. Ramaniyan thalaba, shakatana variyan thoraba sandhaniye. Ramaniyan thalaba, sankeni marthini boshya. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആത്മാവിനെ തുറക്കുകയാണ്. Minister to us, Holy Spirit. Come on, this is your place. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് യേശു പറയുന്നു. ജയിക്കുന്നവനെ, കണ്ടിന്യൂവൽ കോൺക്വറേഴ്സിനെ എൻ്റെ കൂടെ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തും. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. ഒരു മുട്ടത്തോടിൽ നിന്നും ഒരു കുഞ്ഞ് പുറത്തു വരാൻ ആരെങ്കിലും ആ മുട്ടത്തോടിനെ സഹായിച്ചാൽ ആ കുഞ്ഞ് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അകത്തെ ശക്തി കൊണ്ട് പുറന്തോടിനെ പൊളിച്ചാൽ മറ്റുള്ളവർ സഹായിക്കുന്നതിൽ പ്രാധാന്യമില്ല. അകത്തിരിക്കുന്ന ശക്തി കൊണ്ട് പുറന്തോടിനെ പൊളിച്ചാൽ ഈ സാന്നിധ്യം പകരുന്ന ചൂട് കൊണ്ട്, അകത്തുണ്ടാകുന്ന ആ എനർജി കൊണ്ട് പുറന്തോടുകളെ സ്വയം പൊളിച്ചു പുറത്തു വന്നാൽ, ഒരു ബട്ടർഫ്ലൈ പ്യൂപ്പായിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ ആരെങ്കിലും സഹായിച്ചാൽ അതിന് പറക്കാൻ ശേഷിയില്ല. പക്ഷെ സ്വന്തം ശക്തി കൊണ്ട് ആ പ്യൂപ്പയെ പൊളിച്ച് വെളിയിൽ വന്നാൽ പ്രഷറുകളെ ഓവർ പവർ ചെയ്യാനുള്ളൊരു ശക്തി. കേരളത്തിൽ പല അഭിഷക്തന്മാർക്കും പറ്റിപ്പോയ അബദ്ധം ഈ തലമുറയിൽ സംഭവിക്കില്ല. ഓരോ ദിവസവും നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉയരങ്ങളിൽ കയറുമ്പോഴും അതിൻ്റെതായ പ്രഷറുണ്ട്. എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ പോകുന്നവർ പ്രത്യേക വസ്ത്രം ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നവർ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നത്? പ്രഷറിനെ ഓവർ പവർ ചെയ്യാനാണ്.
ഒരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം കള്ളത്തരമാണ്, ഇതിനകത്തൊന്നും ഒന്നുമില്ല, ഇങ്ങനെ ഒരു പ്രഷർ ഉണ്ടാകും. അതിനെ ഓവർ പവർ ചെയ്യാൻ പല മലയാളികൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ നമ്മൾ പറയുകയാണ്, ഈ ജനറേഷൻ അതിനെ ജയിക്കും. പ്രഷറുകളെ ഓവർ പവർ ചെയ്യും, പ്രഷറുകളെ ഓവർ പവർ ചെയ്യും. നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രഷറുകളെ ഓവർ പവർ ചെയ്യാൻ ഒരു പുതിയ ബലത്തെ, പുതിയ ശക്തിയെ കർത്താവ് ഈ ദിവസം പകരട്ടെ. ഗോഡ് ബ്ലെസ് യു.